പ്രമുഖ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായിരുന്ന ബാലകൃഷ്ണൻ മാങ്ങാടിന്റെ മങ്ങാത്ത ഓർമ്മകൾക്ക് 21 ആണ്ട്. ഇതോടനുബന്ധിച്ച് മാങ്ങാട്ട് രാവിലെ ചെറുകഥാ ശില്പശാലയും വൈകിട്ട് അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽബയൽ, മംഗളൂർ. പ്രശസ്ത നോവലിസ്റ്റും കഥാകൃത്തും തിരക്കഥാകൃത്തും പത്രപ്രവർത്തകനുമായിരുന്ന ബാലകൃഷ്ണൻ മാങ്ങാടിന്റെ 21ാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് ബാലകൃഷ്ണൻ മാങ്ങാട് സ്മാരക സമിതിയും മൈത്രി വായനശാല ഗ്രന്ഥാലയവും സംയുക്തമായാണ് ഏകദിന ചെറുകഥാ ശില്പശാലയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചത്. മാങ്ങാട് ടൗണിൽ വെച്ച് വൈകിട്ട് നടത്തിയ അനുസ്മരണ സമ്മേളനം സാഹിത്യകാരൻ ഡോക്ടർ സോമൻ കടലൂർ ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്ന ഈ നാടിന്റെ പ്രിയപ്പെട്ട പുത്രനായിരിക്കുന്ന ബാലകൃഷ്ണൻ മാങ്ങാട്, അദ്ദേഹത്തിന്റെ തെയ്യത്തിന്റെ വിരൽത്തുമ്പുന്നറെ കഥയൊക്കെ വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോയ ഒരാളാണ് ഞാൻ. എത്രയോ കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്, എത്രയോ നോവലുകൾ അദ്ദേഹത്തിന്റെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചാമരം പോലുള്ള സിനിമ ഇവിടെ തിരക്കഥ അദ്ദേഹത്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അദ്ദേഹത്തിന്റെ നാഥ നീ വരും കാലച്ചോ കേൾക്കുക എന്ന് പറഞ്ഞ മലയാളം എക്കാലത്തുണ്ടാവുക അക്കാലത്തും വരെ എന്താണ് മലയാളിയുടെ ഭാവനയിലും സൗന്ദര്യത്തെയും നമ്മെ പ്രണയിക്കാൻ പഠിപ്പിച്ച, നമ്മളെ സമരം ചെയ്യാൻ പഠിപ്പിച്ച, നമ്മുടെ പ്രതിരോധ സജ്ജമാക്കാൻ പഠിപ്പിച്ചിരിക്കുന്ന ഈ ഒരു സൗന്ദര്യ സൃഷ്ടിയൊക്കെ നടത്തുന്നതിന് ആധാരമായി തീർന്ന ഒരു മനുഷ്യനെയാണല്ലോ നമ്മളിവിടെ ചേർത്ത് നിർത്തുന്നത്. എന്തിനാണ് സാഹിത്യം വായിക്കുന്നത്, എന്തിനാണ് കവിത വായിക്കുന്നത്, എന്തിനാണ് കുമാരനാശാന്റെ കവിത എന്തിനാണ് വായിക്കുന്നതൊക്കെ ചിലപ്പോൾ എൻ്റെ +2 കുട്ടികൾ ചോദിക്കും. ഞാൻ അവരോട് പറയുന്നത്, കുമാരനാശാന്റെ കവിത വായിക്കുന്നത് കാമത്തെ സ്നേഹമാക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ ആശാന്റെ കവിത വായിക്കണം. നമുക്ക് കാമങ്ങൾ മാത്രം ചിലപ്പോൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് മനുഷ്യൻ എന്താണ് മൃഗത്തിൽ നിന്ന് മൃഗത്തിലേക്ക് വന്നതിന് പകരം എന്താണ് മനുഷ്യനെ കൂടുതൽ മനുഷ്യത്വത്തിലേക്ക് സഞ്ചരിക്കാൻ ഭാഗത്തിലേക്ക് നമ്മളെ ആളുകളാക്കി മാറ്റുകയാണ്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ, എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ചടങ്ങിൽ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് അധ്യക്ഷനായി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ വി പ്രഭാകരൻ പത്രപ്രവർത്തകനായ ബാലകൃഷ്ണൻ മാങ്ങാട് എന്ന വിഷയത്തെ അധികരിച്ച് പ്രഭാഷണം നടത്തി. സാധാരണ പറയും, ഒരു മനുഷ്യൻ ജീവിച്ച വർഷങ്ങളല്ല അയാളെ സാക്ഷ്യപ്പെടുത്തുന്നത്, ജീവിച്ച വർഷങ്ങളല്ല, മറിച്ച് അയാൾ ഈ ഭൂമിയിൽ വർഷിച്ച ജീവിതമാണ് അയാളെ അമരനാക്കുന്നത് എന്ന് പറയും. അതായിരുന്നു ബാലേട്ടൻ. ഇത്തരത്തിലുള്ള ഒരു മഹത്തായ വ്യക്തിയെ ജന്മം കൊടുക്കാൻ സാധിച്ച ഒരു പ്രദേശത്താണ് നാം ഉള്ളത്. പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ, സുരേഷ് ബാബു മാങ്ങാട്, സുധാകരൻ മൊട്ടമ്മൽ, കെ ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് എം കെ മുഹമ്മദ് കുഞ്ഞി, എ ഹസൻ, റഹ്മാൻ മാങ്ങാട്, ശ്രീധരൻ അണിഞ്ഞ, കെ ബി അഖിലേഷ് എന്നിവർ സംസാരിച്ചു. മോഹനൻ മാങ്ങാട് സ്വാഗതവും രാധാകൃഷ്ണൻ മാങ്ങാട് നന്ദിയും പറഞ്ഞു. രാവിലെ മൈത്രി വായനശാലയിൽ വെച്ച് നടത്തിയ ചെറുകഥാ ശില്പശാല എഴുത്തുകാരൻ സന്തോഷ് ഈച്ചിക്കാനമാണ് ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ ക്യാമ്പ് ഡയറക്ടർ അംബികാസുധൻ മാങ്ങാട് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ പി ഷാജികുമാർ, എം മൃദുൽ, കെ അർജുൻ, പത്മനാഭൻ ബ്ലാത്തൂർ, പ്രഭാകരൻ, പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ, സോമൻ കടലൂർ, സരസ്വതി മാങ്ങാട്, സുരേഷ് ബാബു മാങ്ങാട്, എം ആജിശ്രീ, എ ശരത്, രാമകൃഷ്ണൻ ബാര, കെ പി ലേഖ, സത്യഭാമ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച ക്യാമ്പകത്തിലുള്ള സമ്മാനം ബാലകൃഷ്ണൻ മാങ്ങാടിന്റെ മകൻ പ്രസൂൺ സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.